Hello, Makkali. Welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with my best friend Bhusha. Hi friends. Okay, part 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்ற போய் பாருங்க. இப்போ part 2 குள்ள போயிடலாம். போயிடலாமா? போலாம். പിന്നല്ല റബ്ബർ ട്രീ. ഓഹോ. നിങ്ങൾക്ക് ഇതൊക്കെ നന്നാക്കാൻ അറിയാവോ? ഇത് വല്ലതും അറിഞ്ഞിട്ടാണോടി? കാറ് കേടാവുന്നു, നമ്മൾ ബോണറ്റ് പൊക്കി നോക്കുന്നു. എല്ലാരും എല്ലാം അറിഞ്ഞിട്ടാണോടി? കാശ് കൊടുത്ത് പുതിയ കാർ മേടിക്കാതെ പൊട്ട കാർ കൊണ്ട് ഇറങ്ങിക്കോളും. നന്നാക്കിട്ട് വന്നാ മതി, ഞാൻ നടന്നു പോവാം. ഗിരി എന്ത് പറ്റി ഡോക്ടറെ? വണ്ടി പണിയാക്കിയാ? ഗിരിയോ? വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഇനി വല്ല ടാക്സിയും വിളിക്കണം. ഓ, ഇനിയിപ്പോ ഇത്രേ ഉള്ളൂ. ഞാൻ കൊണ്ടാക്കാം, വാ കയറിക്കോ. താങ്ക് യു. ഗിരി, ഒരു മിനിറ്റ്, ഞാൻ ചാവി ഒന്ന് എടുത്തോട്ടെ. ഞാൻ ഈ വണ്ടി ഒന്നും എടുക്കാനില്ലല്ലോ അല്ലേ? ഇല്ല. എന്തേ നടന്നു പോണില്ലേ? എവിടെ പോയിട്ട് വരുന്ന വഴിയാ? നമ്മുടെ പനക്കലെ ഫ്രാൻസിസിന്റെ മോളുടെ കല്യാണത്തിന് പോയിട്ട് വരുവാ. ഓ, ഞാൻ കേട്ടു. റെക്കോർഡ് ശ്രീധനായിരുന്നില്ലേ? പിന്നെ 200 പവനും. എന്റെ ഡോക്ടറെ, നിങ്ങൾ ഈ കാശുകാരി ശ്രീധനം കൂട്ടി എങ്ങോട്ടാ പോകുന്നു? നാണാവൂലേ നിങ്ങൾക്ക്? പെട്ടു പോണത് പാവങ്ങളാ. നമ്മുടെ ആ ഗോപാലന്റെ പെൺമക്കള് 3. അയാളെ പോലെ പാവങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും കാണുന്നതേ കലിയാ. അത് പിന്നെ ഇരിയെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഈ പാവങ്ങളെ സഹായിക്കാനും സമൂഹ വിവാഹം നടത്താനും ഒക്കെ അല്ലേ? എന്താടാ വണ്ടിയില്? കുറച്ച് ചാണക സാറ്. ചാണകോ? ആ വണ്ടിയുടെ ബുക്കും പേപ്പറും സാധനം എടുത്തില്ലടാ. നീ എന്താടാ പുറത്തോട്ട് ഇറങ്ങത്തില്ലേ? നിന്റെ കാലെന്താടാ തളർച്ചയാണ്? ആരാ സാറേ? എസ് ഐ ജോർജ് ആണോ? സാറിന്റെ പേര് പറയടാ. എന്താടോ അവിടെ? സാറേ, ഏതോ ഒരു കിരി അവന് പുറത്തോട്ട് ഇറങ്ങാൻ വലിയ പ്രയാസമാണെന്ന്. എന്തിനാണ് വെറുതെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് നിർബന്ധിച്ചിറക്കണേ? അവനോട് വിട്ടു പോകാൻ പറയടോ. കുറച്ച് ചാണകം എടുക്കട്ടെ? വേണ്ട, കണ്ടാത്തോണ്ടാ. അല്ല, ഗിരിക്ക് എസ് ഐ നേരത്തെ പരിചയമുണ്ടോ? പണ്ട് വിപ്ലവം തലക്കി പിടിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിൽ ഉരസ് ചെയ്താ. അത് കഴിഞ്ഞ് കുറച്ച് നാള് ഞങ്ങൾ രണ്ടാൾ അകത്തായിരുന്നു. അയാൾ ഐസിയുലും ഞാൻ ജയിലിലും. எஸ்சிக்காக இவங்க ப்ரே பண்ணிருக்காங்கல்ல. പപ്പ, ഓ, എന്നെ കിട്ടുന്ന ആൾക്ക് പപ്പ എത്ര രൂപ സ്ത്രീധനം കൊടുക്കും? അതെന്നാടി മോളെ നീ അങ്ങനെ പറഞ്ഞേ? 10 പൈസ കൊടുക്കരുത്. അഥവാ അങ്ങനെ ആരെങ്കിലും വന്നാ അവർക്ക് അമ്മ കെട്ടിച്ചു കൊടുത്തോ. പ്രതികരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവള് കണ്ടോട്ടെ. സുമ എഴുതുന്ന കത്ത്. ഇതെങ്ങനെ ശരിയാകും? പൂജ വലിയ വീട്ടിലെ കുട്ടിയല്ലേ? ഗിരി ഒരു പാവം കർഷകനല്ലേ? ഒരു ഡോക്ടർ ഒരു കർഷകനെ കെട്ടിയെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ മയ്യനാട്ടിൽ നിന്ന് ഫാത്തിമ എഴുതുന്നത്, തിരൂരിൽ നിന്ന് സുന്ദരൻ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്നു. അവൻ എവിടെയാ താമസിക്കുന്നത്? കയറി പ്രേമിച്ചാലോ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സംപ്രേഷണം ചെയ്ത ചിത്രഗീതം പരിപാടിയിൽ സ്ഫടികം എന്ന സിനിമയിലെ ഏഴിമല പൂഞ്ചോല എന്ന ഗാനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് വളരെ മോശമായി പോയി. സുഗുണൻ കുണ്ടറയിൽ നിന്നും. സുഗുണന്റെ ഇത്തരം സന്ദർഭങ്ങളിൽ അന്ന് വരെ നല്ല അന്തസ്സായിട്ട് കടന്നിറങ്ങിയിരുന്ന ഞാനാ. അന്നു മുതൽ നിദ്രാദേവി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിറ്റേന്ന് തന്നെ ഗിരിയേട്ടന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ ടോമിച്ച, തന്നോട് ഇത് എത്ര തവണ പറയണം? താൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണോ? ഇങ്ങോട്ട് പാടോ. ടോമിച്ച, ഒറ്റ മിനിറ്റ്. മോളിത് എങ്ങോട്ടാ? പുറത്തേക്ക് ഒരാളെ കാണാൻ. ഇപ്പൊ പോകണ്ട മോളെ, നല്ല മഴ വരുന്നുണ്ട്. ഇപ്പൊ പോവണ്ട. എനിക്കിപ്പോ പോണം. ഇപ്പൊ പോവണ്ട. ഇതിനെ പാത്രക്ക അതെന്തിപ്പം പോയാ? ഞാൻ പറഞ്ഞാണല്ലോ രാവിലെ പോണ കാര്യം. പൊയ്ക്കോ പൊയ്ക്കോ. എടോ ടോമിച്ച. അതെ, ഈ ഗിരിയേട്ടന്റെ വീട് എവിടെയാ? ദാ കാണുന്ന വയലിന്റെ അപ്പുറത്തായിട്ടുള്ള വീടാ. അപ്പുറത്തോ? ആ. മഴ വന്നിച്ച്. നീ എന്താ ഇവിടെ? ഞാൻ മഴ കാണാൻ വന്നത്. മഴ വരെ പാടത്തേക്ക് ഇറക്കാൻ നീ മാക്കാൻ അവിടെ വീട്ടിൽ വീട്ടിൽ പൊടി.
வீட்டுக்கு அதெல்லாம் மரியாதை. മാറും. ആനിയെ അതാരാ അടിയെ പോയേ? അത് നിങ്ങളുടെ മോള് തന്നെയാ. എന്നാ ഓക്കെ. கெட்ட சேஞ்ச் பத்தியா ஃபுல்லா பொண்ணா மாறி வச்சுட்டேன். ഞാൻ മച്ചായി ഡോക്ടറുടെ മോളാ. മോളിരിക്കെ അമ്മ ചായ എടുക്കാം. இதெல்லாம் பிராக்டிஸ் பண்ணி டான்ஸ் ஆடிட்டு போனாங்க. இதெல்லாம் இதெல்லாம் அது பாரு டான்ஸ் ஆடல உடனே நல்லா இருக்கு. പപ്പാ ഇവിടെ ഇരുന്ന ബുക്ക് എവിടെ? അവിടെ എവിടെയെങ്കിലും കാണും നോക്ക്. அவங்க பாசியப்படுத்த பாரு. ഞാൻ പോയി നോക്കാം. കണ്ടുപിടിച്ചിട്ടാങ്ക. നല്ല ലഹരി. ഈ ലഹരി തരുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ പ്രണയത്തിന് നല്ല ലഹരിയാ അല്ലേ മോളെ? ആ എനിക്കറിയില്ല. പൂജ, ആന്റി ഉപദേശിക്കാന്ന് കരുതരുത്. ഗിരി നല്ല പയ്യൻ തന്നെയാ. പക്ഷെ മോള് ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും മോളെ. അത് ചിലപ്പോ ഒരു തോന്നലാണെന്ന് തിരിച്ചറിയാൻ വൈകിയെന്നും വരും. മെച്ചൂർഡ് ആകാത്ത പ്രായത്തിൽ തോന്നുന്ന കുറെ നാൾ സ്നേഹിച്ച ആളെ മറന്ന് ചായ കുടിക്കുന്ന 2 മിനിറ്റ് സമയം കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഏതോ കഷ്ണി തലേനാണ് തന്റെ കെട്ടിയെന്ന് ഉറപ്പിച്ച് ജൂലി ചേച്ചി എന്നെ കാട്ടി മൂത്തത്. അതാണോ ആന്റി മെച്ചോറിറ്റി? എനിക്കറിയില്ല. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഗിരിയാട്ടിനെ ഭയങ്കര ഇഷ്ടം. ആന്റിക്കും ഇഷ്ടല്ലേ? അത് നമുക്ക് ഇഷ്ടമുള്ള ആളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ആന്റി എന്നല്ലേ പറഞ്ഞേ? நீங்க தானே சொன்னீங்க. ഗിരിക്ക് ഇതറിയോ? നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ പറയും. ഒരു ചാൻസ് കിട്ടട്ടെ. ഈ ഞായറാഴ്ച എന്താ പ്രത്യേകതയെന്നറിയോ? ഓശാനല്ലേ? അത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക്. അവര് ഹിന്ദുക്കൾക്ക് ഓശാനയില്ല. അന്ന് ഗിരിയുടെ പിറന്നാളാ. അന്നവൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകും. ഋത്തിക് റോഷൻ ഇന്ത്യൻ സിനിമയിൽ വന്ന് 1 മാസം കഴിഞ്ഞ ദിവസം ஃபாலோ பண்ணிட்டு இருக்கா. இவ்வளவு தூரமா அவங்க கண்டுபிடிக்காம இருக்கான். ஒருவேளை இவ லவ் லெட்டர் எடுத்துட்டு போறாளா? பாரு மைன் பாரு. என்னடா அருவி மலையில ஏறி போறான். அம்மால இருக்கலாம் பயப்பட. நீ எங்கே போனாலும் பண்ற மாதிரி போயிட்டு இருக்கா. செம்மையா இருக்குல்ல? டாப் வியூ. അയ്യോ സോറി. ശിവനെ ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആരായാലും ആദ്യമായിട്ട് അമ്പലത്തില് ഒന്നും തോന്നല്ലേ. ഓം ശാന്തി. അങ്ങനല്ലേ പറയാം. കിരിയേട്ട എന്താ പ്രാർത്ഥിക്കുന്ന വെച്ചാ അതങ്ങോട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് അങ്ങേരെ എനിക്ക് തന്നേക്കണേ. നീ എന്താ ഇവിടെ? ആരും വരാത്ത അമ്പലത്തില് പിറന്നാളുകാരൻ എന്താ കാര്യം? കാരണന്മാരായിട്ട് പണ്ട് വിളക്ക് വെച്ച് പൂജിച്ചിരുന്ന സ്ഥലമാണ്. റിസർവനാക്കിയപ്പോ കാട് വന്ന് മൂടിപ്പോയി. അച്ഛൻ പാർട്ടിയിലുണ്ടായിരുന്ന കാലത്ത് പോലും ഇവിടെ വരുമായിരുന്നു. രഹസ്യമായിട്ട് കുഞ്ഞായിരുന്നപ്പോ എന്നെയും കൊണ്ടുവരുമായിരുന്നു. പിറന്നാളിന് ഇവിടെ വരുന്നൊരു സുഖമാണ്. കൊട എടുത്തിട്ടുണ്ടോ? എന്തിനാ? വാ. മഴ ആദ്യം പെയ്യുന്നത് കുന്നിന്റെ മുകളിലാണ്, അറിയോ? അതെ. വേണ്ട, ഒന്നും പറയണ്ട. എന്താ പറയാൻ വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രായത്തിലൊരു പെൺകുട്ടിക്ക് മുതിർന്നൊരു ആണിനോട് തോന്നുന്ന ഐറ്റം അത് ഊതി ഉറപ്പിച്ച് വലുതാക്കാൻ തോന്നും. വീർപ്പിച്ച് ഒന്നുമില്ലാന്ന് അറിയുമ്പോൾ അവസാനം വിഷമാവും. ഇപ്പോൾ പഠിക്കുന്ന പ്രായം. അച്ഛനേക്കാൾ കൈപ്പണിയുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ അതിലും മേലെ എത്താനുള്ള ഒരാളാണെന്ന്. തൽക്കാലം വേറെ ചിന്തകളൊന്നും വേണ്ട. கரெக்டா கெஸ் பண்ணி சொல்லிட்டான்ல.
വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, എന്തായാലും ബൈക്കോട്ട്. அதான் ரிஜெக்ட் பண்ணல, அப்புறம் என்ன நான் போறேன்ற மாதிரி போறா. அந்த தலைக்கு கொடுத்தான்ல, அது ஒரு மினியேச்சர். ஓகே ஓகே. ஐயோ பாவமா பின்னாடி பாட்டு போட்டுட்டு இருக்காங்க. இன்னைக்கு அவங்களுக்கு ஃபெஸ்டிவ் தானே, இந்த ஈஸ்டர் மாதிரி. അത് என்ன മോരാ തൈരാ என்னவோ தெரியலையே. ഗിരിയേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ശരിക്കും വിഷമായി. ഞാൻ കുട്ടിയാണ് പോലും. മൂപ്പർക്കറിയില്ലല്ലോ ഞാൻ എത്ര ആലോചിച്ചിട്ട് ആ തീരുമാനം എടുത്തെന്ന്. ഇഷ്ടമല്ല, കൊച്ചുകുട്ടിയാണ് പോലും. എനിക്ക് 18 വയസ്സാവുമല്ലോ, അപ്പൊ ഞാൻ വീണ്ടും പോയി പറയും. അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചപ്പോഴും മെഡിക്കൽ എൻട്രൻസ് വന്നത്. എൻട്രൻസ് ഗുരു KC തോമസ് എന്ന ഭീകരനും. ഡോക്ടർ എൻട്രൻസ് அது தனியா ஆளே வச்சிருக்கானுங்க. അഞ്ചാറ് മാസത്തെ പീഡനകാലം അവസാനിച്ചു. എൻട്രൻസ് എക്സാം ഞാൻ തകർത്തെഴുതി. അതിന്റെ ക്ഷീണം മാറ്റാൻ ഒരു രാത്രിയും പകലും പോത്തുപോലെ കിടന്നുറങ്ങി. சூப்பரா இருக்குல்ல. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ റിസൾട്ട് വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷനും കിട്ടി. അപ്പൊ എനിക്ക് 18 വയസ്സും കഴിഞ്ഞു. ജീവിതം മൊത്തം മാറാൻ പോകുന്ന ഘട്ടം. പക്ഷെ ഒന്നും മാത്രം മാറിയില്ല, ഗിരിയേട്ടൻ, മൈ ഫസ്റ്റ് ലവ്. പെട്ടിയും കിടക്കെടുത്ത് കോഴിക്കോട് പോകുന്നതിന് മുമ്പ് ആളെ കണ്ടൊന്ന് പറയണം. ഞാൻ എങ്ങോട്ട് പോയാലും എത്ര അവസാനം ആളുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ആരിത്? കുട്ടി ഡോക്ടറോ? എൻട്രൻസ് കിട്ടിയെന്ന് റേച്ചില് പറഞ്ഞു. മറ്റന്നാള് ക്ലാസ് തുടങ്ങും. നാളെ പോണം അമ്മേ. ആ. ഗിരിയേട്ടൻ എവിടെ? ആ, അവൻ അമ്പലത്തിൽ പോയല്ലോ മോളെ. എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് മഴനെയും പോയല്ലേ. എപ്പോഴാ വരാ? അയ്യോ, അവൻ ഇവിടുത്തെ അമ്പലത്തിലേക്കല്ല പോയത്, ചൈനയിലെ ഒരു അമ്പലത്തിലേക്കാ പോയത്. കർത്താവേ, ഇനി പഴയ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണോ ചൈനയിലെ അമ്പലത്തിൽ പോയത്? ചൈനയിലെ ഏത് അമ്പലത്തിലാ? അയ്യോ, പ്രാർത്ഥിക്കാൻ പോണ അമ്പലമൊന്നുമല്ല, അവന്റെ കുങ്ഫു പഠിപ്പിക്കുന്ന വലിയൊരു അമ്പലം ഇല്ലേ, അവിടെയാ. ഷാവുലിൻ ടെമ്പിളോ? ആ, അത് തന്നെ. ആ, കുറച്ചു നാളായി അവൻ പറയണു എന്റെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയായിരുന്നു. ഞാൻ തനിച്ചാവെന്ന് കരുതി അവൻ ഇത്രയും നാളും പോവാതിരുന്നേ. ഇപ്പൊ അവൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം നടത്താൻ പോയി. അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ആകെ കൊഴപ്പായി. ആ പെങ്കൊച്ചിന്റെ വീട്ടുകാർക്ക് ഇവനോടായി ദേഷ്യം മുഴുവൻ. കൊല്ലൂന്നും പറഞ്ഞ് ഭീഷണിയും തുടങ്ങി. ഗുണ്ടകൾ ഇവിടെയും വന്നു തുടങ്ങിയപ്പോ ഞാനാ പറഞ്ഞത് കുറച്ചു നാളൊന്ന് മാറി നിൽക്കാൻ. ഇനി എന്നാ ആള് തിരിച്ചു വരാ? അറിയില്ല മോളെ, എന്തായാലും ഉടനെ ഉണ്ടാവില്ല. ദൂരത്തായാലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂല്ലോ. അല്ല, മോളെന്തിനാ വന്നേ? ഒന്നുമില്ല അമ്മ, ഞാൻ വെറുതെ. ആ, മോളിരിക്കെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇല്ല വേണ്ട, ഞാൻ പോയിട്ട് വരാം. എന്നാ ശരി. അങ്ങനെ അത് തീർന്നു കിട്ടി. ഒരു വാക്ക് പോലും പറയാതെ മിസ്റ്റർ ഗിരി എന്റെ ലൈഫിൽ നിന്ന് പോയി. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. പുള്ളിക്ക് വേണ്ടി കഞ്ഞിയും പയറും വെക്കാൻ പഠിച്ചത്, ലോകവിവരം വെക്കാൻ വേണ്ടി വാർത്ത കണ്ടു തുടങ്ങിയത് ഒക്കെ വെറുതെ. ഞാൻ ബാഗ് പാക്ക് ചെയ്ത് കോഴിക്കോട് പോയി. ചുടിദാർ എല്ലാം സൂപ്പറാ இருக்குல்ல. அப்போ இது பயங்கர ட்ரெண்ட்ல இருந்தது. ഞാൻ പോരുമ്പം വൈനാൻറ്റി പുതിയൊരു വൈൻ ഉണ്ടാക്കാൻ തുടങ്ങായിരുന്നു. നീതുവിന്റെ അപ്പന്റെ കടയിൽ കാസറ്റ് മാറി പകരം CD വന്നു. സ്കൂൾ സ്റ്റുഡൻസിന് അനാശാസ്ത്രത്തിന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ സാറേ. ഒരു ഞാൻ പോകുന്നതില് ഒരാൾക്ക് മാത്രം വിഷമം. റെഗുലർ സർവീസ് அடிக்கடி கீழே போட்டு உடச்சு. കോഴിക്കോട്, ബഷീർ സാഹിബിന്റെ കോഴിക്കോട്, സാമൂതിരിയുടെ കോഴിക്കോട്, വാസ്കോ ചേട്ടൻ വന്നിറങ്ങിയ കോഴിക്കോട്, ബീച്ചും മാനാഞ്ചിറയും കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടച്ചേട്ടന്മാരുമുള്ള കോഴിക്കോട്, നല്ല ഹലുവയും ബിരിയാണിയും മണക്കുന്ന കാറ്റ്, പിന്നെ കോഴിക്കോടിന്റെ മാത്രം ഐശ്വര്യതയും. ഇതിന്റെ എല്ലാ ഇടയിൽ 4 വർഷം താന്നുപോയി. ഞാൻ MBBS ഹൗസ് സർജൻസി എത്തി. അതായത് ഇനി 1 വർഷവും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറാവും. എനിക്ക് നീതു ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാ, യൂണിവേഴ്സിറ്റിയിൽ MBA. പിന്നെ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, അന്ന മരിയ. നല്ല A ക്ലാസ് കോടഞ്ചേരി അച്ചായത്തി. ഞങ്ങള് 3 പേരും ഒരു വീടെടുത്ത താമസം. പാചകം ഗിരിയേട്ടനെ സോപ്പിടാൻ വേണ്ടി പഠിച്ചതുകൊണ്ട് അതിലിപ്പോ ഞാൻ എക്സ്പേർട്ടാ. ലൈഫ് ആകെ മാറി ഒറ്റ കാര്യത്തിലൊഴികെ. ഗിരിയേട്ടൻ
കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു. മധുമോഹൻ സീരിയൽ നിർത്തി, വീരപ്പനെ വെടിവെച്ചു കൊണ്ടു, മുരളീധരനെ കോൺഗ്രസിൽ നിന്ന് என்ன പുറത്താക്കി. சொன்னா 4 வருஷத்துல இருந்து மாறிடுச்சு. സുനാമി വരെ വന്നു, ആള് മാത്രം വന്നില്ല. சுனாமி கூட வந்துருச்சு, ஆனா இன்னும் கிரி வரல. എന്താടി ശരിയാക്കാന്നേ, നീ വാ. ആ ഇടയ്ക്ക് ഓർക്കുട്ടി വന്നത്. ആള് ചിലപ്പോ ഓർക്കുട്ടി ഉണ്ടാകുമെന്ന് കരുതി ഞാനൊരു അപ്പൊ ഓർക്കുട്ടി ഇരുന്നത്? കയറി തപ്പി. ஓ ഗിരിന്ന് ஃபேஸ்புக் വെച്ചപ്പോ மாதிரி. ഗിരീഷ് ശങ്കറും ഗിരീഷ് മേനനും ഒക്കെ വന്നു. ആ വായി നോക്കിയാൽ എനിക്ക് സ്ക്രാപ്പ് മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങി. ഒടുവിൽ എനിക്ക് അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ജീവിതമാണെങ്കിൽ പരമ ബോറും. ഒരു യന്ത്രം പോലെ ഞാനിങ്ങനെ ക്ലാസ്സും വീടുമായിട്ട് മാറി മാറി നടക്കുന്നു. அவர் கஷ்டப்பட்டு பேசிட்டு இருக்காரு. മൊത്തത്തില് ലൈഫ് വേസ്റ്റ് ആണെന്ന് കരുതി ക്ലാസ്സിൽ ബോർ അടിച്ചിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഓർ ഹാർട്ട് അറ്റാക്സ് ഫോർ എക്സാമ്പിൾ. ആദ്യ ആള് ഡെമോ കാണിച്ചാന്ന ഞങ്ങള് കരുതിയത്. പിന്നെ മനസ്സിലായ അറ്റാക്ക് വന്ന ആളുടെ കാറ്റ് പോയത്. പിന്നെ പന്തലായി, റീത്തായി, ലീവായി, ആകെ ബഹളം. சாவு இப்படி காமிக்கிறாங்க. ക്ലാസ്മേറ്റ്സ് റിലീസായത്. പുള്ളിക്കാരന് പകരം പഠിപ്പിക്കാൻ ഒരു കിടിലൻ സാറും വന്നു. அவன் திருந்தவே இல்ல. ഡോക്ടർ പ്രസാദ് വർക്കി നന്നായി പഠിപ്പിക്കും. ശുദ്ധ പാവം. പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തായാലും ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എനി ഡൗട്ട്സ്? സർ കല്യാണം കഴിച്ചതാണോ? എനി അതർ ഡൗട്ട്സ്? 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വൈവ എക്സാംസും തുടങ്ങി. காலேஜ் டேஸ் அப்படியே ரிமெம்பர் பண்ணதில்ல. Take on. What is it? ബോൺ മാരോ ആസ്പിരേഷൻ നീഡിൽ. Good. So you want to ask her something? Yeah, what do you know about Okay. താങ്ക് യു സർ. Good luck. My car is problematic. இது நான் பாத்துருக்கேன். Take one. നോ ഇറ്റ്സ് ഓക്കെ സർ. എടുക്കൂട്ടി എടുക്കാതെ എങ്ങനെ ശരിയോ? നോ സർ, വേണ്ട താങ്ക് യു. ഇതെടുക്കാതെ വൈവ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടേക്ക് വൺ. എടുക്കൂ. ഞാനിത് എടുക്കാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. വൈ ഡിഡ് യു ടേക്ക് ദ ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റ് ആണോ ഇതാണോ എന്ന് മനസ്സിലായില്ല. സോറി. അന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. ഇവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതത് തന്നെ. എന്ത്? ഡോക്ടർ പ്രസാദ് നിന്നോട് പ്രണയാന്ന ഇവള് പറഞ്ഞേ. ഒന്ന് പോടി. ആളും ഞാനും നല്ല ഫ്രണ്ട്സാ. നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നല്ല ലവേഴ്സ് ആവാൻ പറ്റും. ആളുടെ നോട്ടവും സംസാരവും ചിരിയും ഒക്കെ നീ ഒന്ന് റിവൈൻഡ് ചെയ്ത് ക്ലോസപ്പിൽ നോക്കിക്കേ. പ്രണയം തുടിക്കുന്നില്ലേ? കർത്താവേ, പണി പാളോ? എന്തു പാളെ, നല്ലതല്ലേ? അമേരിക്കയിൽ നിന്നും MD കഴിഞ്ഞ കിട്ടില്ല ഡോക്ടർ പയ്യൻ. ഞാനാണെങ്കിൽ കണ്ണുമുട്ടി ഓക്കെ പറയും. ஓ நானா தான் கண்ண மூடிட்டு ஓகே சொல்லிடுவேன். അയ്യോ, നീ ഇപ്പഴും നിന്റെ ചൈനയിൽ പോയി കുംഫുക്കാരൻ ചേട്ടനെ ആലോചിച്ചിരിക്കുകയാണോ? ലോകത്ത് എവിടെയും കേൾക്കാത്തൊരു പ്രേമം. നീയും അങ്ങേരും കൂടെ വിചാരിച്ചായിരുന്നു ഒരു കൊച്ചുകുട്ടി ഉണ്ടാവുന്ന പ്രായം അന്നേ നിനക്കുണ്ടായിരുന്നു. മണ്ടൻ. പോരാത്തതിനൊരു കൊടയും കൊടുത്തുവിട്ടിരിക്കുന്നു. അത് പുറത്ത് കാണിക്കാൻ കൊള്ളാത്തൊരു ഓലക്കൂട. അങ്ങനെ ചൈനയിൽ പോയി വേറെ പെണ്ണും കെട്ടി 4 പിള്ളേരും ആയി കാണും. அங்க போய் கல்யாணம் பண்ணி 4 பேர் பெற்றிருப்பாங்கன்றா. இமேஜின் பண்ணுவா. சைனா போய் கல்யாணம் பண்ண மாதிரி. ஐயோ நிவின் பழைய காசு ஏற. 맞아. 참기 좋아 맞아. 어제 마트 사게. 가세. 마트 사게다. ஆப்பா. 짬찜쪄. എന്തോ നാടി അറ്റാക്ക് ആണോ? അല്ലടി, അർബുദം. அட்டாக் ஆயில அர்த்தம். இது ஆப்பா. ദീപാവലി தெரியாம பண்ணிட்டான். പെണ്ണ് കെട്ടിയിട്ടുണ്ടാവൂന്ന് പേടിച്ച് ചങ്കടിച്ച് വരാന്തേ കൂടെ നടക്കുമ്പോഴാ ദേ എന്റെ നേരെ പ്രസാദ് വർക്കി വരുന്നു. അന്ന പറഞ്ഞ പോലെ അങ്ങേര് ഇഷ്ടം പറയാൻ വരുന്നതാണോ എന്റെ അന്തോണീസ് പുണ്യാള കാത്തോളിനെ എന്ന് മനസ്സിൽ പറഞ്ഞപ്പോഴാ அவன் வந்து இப்படி ப்ரொபோஸ் பண்ணிட்டு போறான் அப்படின்னு பயந்துட்டு இருக்கான்.
ഓ നീ എന്താ ഇവിടെ? ഞാനിവിടെ പഠിക്കണേ ഇപ്പൊ ഹൗസ് ഏജൻസി. ഓ, കിരിയേട്ടനിപ്പോ എന്താ ഇവിടെ? ഞാനൊരു ആളെ കാണാൻ വേണ്ടി വന്ന. ഈ ഡോക്ടർ വർമ്മയുടെ റൂം എവിടെയാ? മേളിലാ. ഓ, ഓക്കെ, ശരി. കല്യാണം കഴിച്ചിട്ട് കേൾക്കണല്ലേ? പൂജ ആരത്? ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ആളാ. ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ട. പിന്നെന്താ പ്രശ്നം? ആൾക്കെന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഒരിക്കൽ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ കുട്ടിയാന്ന് പറഞ്ഞു. അതന്നല്ലേ, ഇപ്പൊ വലുതായില്ലേ, ഇപ്പൊ പറയാലോ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതെന്താ? ആളെ പണ്ടൊരു പെണ്ണ് പറ്റിച്ചതാ. ഇപ്പോഴും അതൊക്കെ തന്നെയാന്ന് തോന്നുന്നു മനസ്സിൽ. അതെ, എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കാം. சாப்பிட முடியல, அதனால இப்ப இவங்க ரெண்டு பேரும் நல்ல ஃப்ரெண்ட்ஸ் ஆயிட்டாங்க. சீக்ரெட்டை இவங்க கிட்ட சொல்றேன். നഷ്ടപ്രണയം. പൂജ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? കഞ്ചാവോ? അല്ല, ഞാനും വലിച്ചിട്ടില്ല. ഈ നഷ്ടപ്രണയം എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ട് പറയാറുണ്ട്. ആദ്യത്തെ സ്റ്റേജ് കഞ്ചാവ് പോലെയാ. ഓരോ പഫ് എടുക്കുമ്പോഴും നമുക്കറിയാം ഇത് നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരം, ഇത് നിർത്തണമെന്ന്. അതുപോലെ തന്നെയാണ് നഷ്ടപ്രണയം. മറക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറ്റില്ല. അത്രയ്ക്ക് കിക്കാണ് ഇതിന്. എന്തൊരു തൊലിയില്ലാത്തത് വാങ്ങിച്ചാൽ മതിയാണ്. അടുത്ത സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുത്ത വീട് പോലെ. പഴയ കാമുകിയുടെ ഓർക്കുഡ് ഫോട്ടോയും അവളുടെ ഇപ്പോഴത്തെ കാമുകന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പോയി നോക്കും. ഈ വാടകയ്ക്ക് കൊടുത്ത വീട് ഹൗസ് ഓണർ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന പോലെ. ലാസ്റ്റ് സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് മീശ പോലെ. മീശയോ? വേണമെങ്കിൽ വെക്കാം, എല്ലാം പഠിച്ചു കളയാം. അയാൾക്കിപ്പോ മീശ ഒന്നുമില്ലല്ലോ, പഴയ പ്രണയമൊക്കെ മറന്നു കാണും. ഇയാൾ ധൈര്യമായിട്ട് പോയി പറ. ஒரு கான்ஃபிடன்ட் கொடுத்துட்டாரு. லைக் பாய் சைக்காலஜி மாதிரி இதை சொல்றாரு. ഞാനല്ലോ പറഞ്ഞത്, just go. എല്ലാ ആണുങ്ങളും ഒരേപോലെ അല്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പെൺകുട്ടികളെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാത്രം കാണുന്ന ആണുങ്ങളും ഈ കേരളത്തിലുണ്ട്. ഗിരിയേട്ട അന്ന് എന്തിനാ വന്നേന്ന് പോലും ചോദിക്കാൻ പറ്റിയില്ല. വർമ്മ ഡോക്ടറിനെ തിരക്കി പോയ ഞാൻ പിന്നെ ബി വിങ്ങിലെ സ്ഥിരം വിസിറ്ററായി. ആ ഇടയ്ക്ക് 106 ഒരു പേഷ്യന്റ് വന്ന്, ഒരു രസികൻ. വന്നല്ലോ, വായ അടിമറിയാം. എന്താ ഒറ്റയ്ക്കിരുന്നൊരു ആലോചന? ഞാനേ അസുഖങ്ങളെ കുറിച്ച് ഒരു കഥ എഴുതിയാലോ എന്ന് ആലോചിക്കുക. അസുഖങ്ങൾക്ക് എന്ത് കഥ? ഈ അസുഖങ്ങള് ചേട്ടാനിയന്മാരെ പോലെ. ഒരുത്തം പിണങ്ങിയ ചോദിക്കാൻ മറ്റവന്മാർ എന്തായാലും വരും. ഗ്യാസ് ട്രബിള് മാറി വീട്ടിൽ വന്ന് കയറിയിട്ട് 2 ദിവസമായില്ലേ, അതിനു മുമ്പ് എത്തി മറ്റോ ചോദിക്കാൻ. ആര്? കിഡ്നി സ്റ്റോൺ. പേര് കേട്ടാ വല്ല ഡയമണ്ട് ആണെന്ന് തോന്നും. വാ വാ, ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആയി. യോഗം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ആശുപത്രിയാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. നല്ലവർ. ശരി സാർ. ഓ പൊട്ടണേ, വാ പോവാം. 3 ആൺമക്കളാ അങ്ങേർക്ക്. അവസാനം കിടപ്പായപ്പോ നോക്കാൻ ഈ മോള് മാത്രം. ആ മക്കൾക്ക് ഭയങ്കര തിരക്ക്. എന്റെ പപ്പയുടെ അതേ സ്വഭാവം. ഞങ്ങള് പെട്ടെന്ന് തന്നെ അങ്ങ് കൂട്ടായി. കള്ളി. പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് എനിക്കൊരു ശീലമായി. அவங்க அப்பா இப்படிதான் கண்ட. അങ്ങനെ ഒരു ദിവസം 106 പോയപ്പോഴാണ് 107 ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്റെ കർത്താവേ, അമ്മ ഈ വിങ്ങിലുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മോൾ ഇവിടെ ഉണ്ടെന്ന് റേച്ചില് പറഞ്ഞായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഇവനാ പറഞ്ഞത്. ദൈവമേ, ബിലിറൂബിൻ 10 മഞ്ഞപ്പിത്തം കൂടുതലാണല്ലോ. എന്തെത്ര വൈകിയേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ. ഇവിടെ ഇവന്റെ ഒരു സുഹൃത്ത് ഒരു വർമ്മ ഡോക്ടർ ഉണ്ട്. നാട്ടിലെങ്ങാനും മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ? വേണ്ടപ്പെട്ട ആൾക്കാരെ ഇട്ടിട്ട് ചൈനയിലും എത്യോപ്യയിലും ഒക്കെ പോവല്ലേ. അമ്മ ഇനി വിഷമിക്കണം, ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പോകാൻ പറ്റുമെന്ന് തോന്നണേ. ഡ്യൂട്ടി ഡോക്ടറിനോട് ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശരി. இன்னும் லவ் பண்ணிட்டு இருக்கான்னு இவனுக்கும் புரிஞ்சிருச்சு. കിടക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ ലഡു പൊട്ടി. അമ്മമാരാണല്ലോ. ഗിരിയേട്ടനെ ക്ലീൻ ബൗൾ ചെയ്യാനുള്ള എന്റെ ഗൂഗിളി ആ ബെഡി കിടക്കണേ. க்ளீன் பவுல். அவனுக்காக தான் ஜீன்ஸ்ல இருந்து சல்வார் மாறினா. சாரி. பெரிய பொண்ணா காட்டிக்கணும்ல. മാറിക്കൊടുക്കുക. அவங்களுக்கே தெரிஞ்சிருச்சு. அவங்கள ஜூனியர்ஸ் இல்ல. അതെ, ഒരു 4 ദിവസം കൂടി. അങ്ങനെ ചീഫ് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. ശരി കുട്ടി ഡോക്ടർ. മോള് ഭക്ഷണം കഴിച്ചോ? ഇല്ല, റൗണ്ട്സിന്റെ ഇടയ്ക്ക് ലഞ്ചൊക്കെ കണക്കാ. ദേ, ഇവൻ ഭക്ഷണം മേടിക്കാൻ പോകുകയായിരുന്നു. മോനെ, മോളെ കൂടി കൂട്ടിക്കൊണ്ടു പോ. അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചാ മതി. അമ്മേ,
തെന്നൽ മോളോ മോളെങ്ങനെയാ ഇവിടെ? ഞാൻ പ്രോവിഡൻസിലുണ്ടമ്മേ. ഗസ്റ്റ് ലെക്ചർ ആണ്. 1 വർഷമായി അമ്മ ഇവിടെ ഉണ്ടെന്ന് ഈ കശ്മലൻ എന്നെ അറിയിച്ചില്ല. നിക്കൽറാണി പൊക്കുന്നു പോയിട്ടോ. അവൾ പല്ലക്കണ്ണിൽ പേസിട്ട് இருக்கா. മതി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്. അത്യാവശ്യം പാചകമൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഫുഡ് ഞാൻ കൊണ്ടുവരാം. അതെ, വാ എന്റെ കൂടെ. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம வந்து பார்ட் 3ல சந்திப்போம். பை பை. Bye.